ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدِ الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരണപ്പെടുന്ന
യഥാർത്ഥ മുവഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിനികളെ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂഹു, റബ്ബിനോട് നിങ്ങൾ ചോദിച്ച അനുഗ്രഹങ്ങളെല്ലാം റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ അത് തിട്ടപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ഇന്ന് നമ്മളൊക്കെ എണീറ്റപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലിയ ആളുകളാണ്. ഉറക്കമാകുന്ന മരണത്തിന് ശേഷം ഞങ്ങൾക്കൊരു ജീവിതം നൽകിയ റബ്ബിനാണ് സർവസ്തുതിയും. ആ ജീവിതം ഇന്ന് അല്ലാഹു നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ ഇന്ന് ഈ ഖുതുബ കേൾക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടാവൂല. വലിയൊരു നിഅമത്താണത്. അപകടത്തിൽപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി 2 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ 2 ദിവസം ആ മനുഷ്യൻ ശ്വസിച്ച ഓക്സിജന്റെ ബില്ല് കാണുമ്പോ ഞെട്ടിപ്പോകാറുണ്ട്. എന്നാൽ ഓരോ സെക്കൻഡിലും സൗജന്യമായി അള്ളാഹു എനിക്ക് നൽകിയ ആ ഒരു ഓക്സിജൻ ഒരു ചെലവുമില്ലാതെ, ഒരു പണത്തിന്റെ ചെലവുമില്ലാതെ ഫ്രീ ആയിട്ട് ഞാൻ ശ്വസിക്കുന്നുണ്ട്. എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോട് കൂടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല മനുഷ്യന്റെ കണ്ണ് ഇവിടെയല്ല വരേണ്ടത്, മനുഷ്യന്റെ കാത്, മനുഷ്യന്റെ മുഖം, മനുഷ്യന്റെ കൈ ഇവിടെയല്ല വരേണ്ടത് എന്ന് ഒരാൾക്ക് പോലും പറയാൻ സാധിക്കാത്ത രൂപത്തിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടി അല്ലാഹു സൃഷ്ടിച്ചു. അതിലൊന്നാണ് മനുഷ്യന്റെ മുഖം എന്നുള്ളത്. ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ആളുകൾ സംഗമിക്കുന്നുള്ളൂ. മസ്ജിദുൽ ഹറമിൽ ഹജ്ജിന്റെ വേളയിലും റമദാനിലുമൊക്കെ 25 ലക്ഷം 30 ലക്ഷം ആളുകൾ സംഗമിക്കുമ്പോ അതിൽ ഒരാളുടെ മുഖം മറ്റൊരാൾക്കില്ല. ലോകത്ത് ഓരോ മനുഷ്യരുടെയും മുഖം അല്ലാഹു വ്യത്യസ്തപ്പെടുത്തി. അതുകൊണ്ടാണ് ഫേസ് ലോക്ക്, നമ്മുടെ മുഖം മാത്രം കണ്ടാൽ ഓപ്പൺ ആകുന്ന ആധുനിക സാങ്കേതിക വിദ്യ കൊണ്ടുവന്നത്. മനുഷ്യന്റെ വിരൽത്തുമ്പുകൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത്. മനുഷ്യന്റെ കണ്ണുകൾ വ്യത്യാസമുണ്ട്, ഐലോക്ക് സിസ്റ്റം കൊണ്ടുവന്നത്. മനുഷ്യന്റെ മുടി വ്യത്യാസമുണ്ട്, തൊലി വ്യത്യാസമുണ്ട്. അള്ളാഹു നമുക്ക് വെള്ളമെന്ന അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഒന്നും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. എന്നാൽ സഹോദരങ്ങളെ, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടും ആ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ അക്രമകാരിയാണ്. അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് അവൻ നന്ദി കാണിക്കുന്നില്ല. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടും അവൻ തിരിച്ച് റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ന് ആളുകൾക്ക് തന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മയില്ല, ഖബർ ജീവിതത്തെക്കുറിച്ച്, പരലോക ജീവിതത്തെക്കുറിച്ച് ചിന്തയില്ല.
ദുനിയാവിന്റെ പളപളപ്പിൽ ആർത്തുല്ലസിക്കുന്ന, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാത്ത, ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കാത്ത, എല്ലാവിധ തിന്മകളിലും ഹറാമിലും കൂപ്പുകുത്തി ജീവിക്കുന്ന ഒരു ആധുനിക സമൂഹത്തെയാണ് വിശ്വാസിനികളെ നമുക്കിന്ന് കാണാൻ സാധ്യമാകുന്നത്. നമ്മൾ കണ്ടില്ലേ, ഡിസംബർ 31 2024 കലണ്ടറുകൾ നാം വലിച്ചെറിഞ്ഞ് 2025 എന്ന പുതുവർഷത്തിന്റെ പുലരിയിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോ ഈ പുതുവർഷത്തെ എങ്ങനെ സ്വീകരിക്കാമെന്ന് സ്വപ്നം കണ്ടവരുണ്ടായിരുന്നു. ഈ പുതുവർഷത്തെ ഏതൊക്കെ രൂപത്തിൽ ആഘോഷിക്കാമെന്ന് ചിന്തിച്ചവരുണ്ടായിരുന്നു. മദ്യത്തിലൂടെ, ചൂതാട്ടത്തിലൂടെ, ലഹരിയിലൂടെ, വ്യഭിചാരത്തിലൂടെ, സംഗീതത്തിലൂടെ എല്ലാം ഈ പുതുവർഷത്തെ എങ്ങനെ ആഘോഷിക്കാമെന്ന് ലക്ഷ്യം കണ്ട ആളുകളെ നമ്മൾ കണ്ടിരുന്നു. ഈ കൊച്ചു കേരളത്തിലടക്കം എത്ര കോടി മദ്യമാ വിറ്റഴിച്ചത്? ആർക്കാ പരലോക ജീവിതത്തെ കുറിച്ച് ചിന്തയുള്ളത്? ഹിജ്റ വർഷമാകട്ടെ, ഇംഗ്ലീഷ് വർഷമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ വിശ്വാസികൾ എന്ന നിലക്ക് അവരുടെ ജീവിതത്തിലേക്ക്, അതല്ലെങ്കിൽ അവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത എന്തെന്നറിയുമോ? എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. ശ്രദ്ധിക്കണം, അല്ലാഹു എനിക്ക് നിശ്ചയിച്ച ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞുപോയി. മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഖബർ ജീവിതത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് ഓരോ വർഷവും എന്നെ അടുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നശ്വരമായ ദുനിയാവിലെ ജീവിതം എന്നിൽ നിന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു പോകുന്നത് ആയുസ്സിന്റെയും ഇഹലോക ജീവിതത്തിന്റെയും വിരാമത്തിന്റെ അടയാളമാണ് എന്നാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് ഇഹലോക ജീവിതത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാകരുത്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലുള്ളത് എന്നുകൊണ്ട് തന്നെ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണാം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, എന്നാൽ പരലോക ജീവിതമാണ്, ആഖിറത്താണ് ഏറ്റവും ഖൈറായത്, ഏറ്റവും ഉത്തമമായത് ആഖിറത്താണ്. വ അബ്ഖാ, അത് മാത്രമാണ് ബാക്കിയാകുന്നത്. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ക്ഷണികമായ ദുനിയാവിലെ ജീവിതത്തെ മാത്രമാണ് മനുഷ്യരെ നിങ്ങൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. വതദറൂനൽ ആഖിറ, ആ പരലോക ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കുകയും ചെയ്യുന്നു. ഖുർആൻ ആരെ കുറിച്ചാ പറഞ്ഞത്? വിശ്വാസികളെ. ആരെ കുറിച്ചാ സഹോദരങ്ങളെ പറഞ്ഞത്? മനുഷ്യരെ കുറിച്ച്. ആഖിറത്തിന് പ്രാധാന്യം നൽകുന്നില്ല, ഇഹലോക ജീവിതത്തിന് മാത്രമാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. പരലോകത്തെ നിങ്ങൾ വിട്ടേക്കുന്നു. ഇവിടെ ചില മനുഷ്യരുടെ വിശേഷങ്ങളുണ്ട്. ദുനിയാവ് മാത്രം ലക്ഷ്യം വെക്കുന്ന മനുഷ്യരുടെ ലക്ഷ്യങ്ങളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട്. എന്തെന്നറിയോ? അല്ലാഹു വീണ്ടും പറയുകയാ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത, അവർ നമ്മെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ദുനിയാവിലെ ജീവിതത്തിൽ സംതൃപ്തി അടഞ്ഞ ആളുകളാണ്. അതിൽ സമാധാനം കണ്ടെത്തിയ ആളുകളാണ്. എന്റെ മക്കള് മതി, എന്റെ സമ്പത്ത് മതി, എന്റെ അധികാരം മതി എന്ന് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ്. والذين هم عن آياتنا غافلون, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധയിലാണ് അവർ.
ഇതിൽ ആദ്യം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മളെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമില്ല. ഓരോ വിശ്വാസിയുടെയും ആഗ്രഹം എന്തായിരിക്കണം? തന്നെ സൃഷ്ടിച്ച അനുഗ്രഹങ്ങൾ നൽകുന്ന പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ആ റബ്ബിന്റെ വിശേഷണം എന്തെന്നറിയോ? ആ റബ്ബ് ആരെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഈ ലോകം സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാഥനായ റബ്ബ്, ആ റബ്ബിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ച, സൂര്യചന്ദ്രനെ സൃഷ്ടിച്ച, രാവും പകലും മാറി സംവിധാനത്തെ ഏർപ്പെടുത്തിയ, ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ദേശാടനം നടത്തുന്ന ദേശാടന പക്ഷികൾക്ക് തിരിച്ചു കൂട്ടിലേക്ക് വരാൻ വഴി കാണിച്ചു കൊടുക്കുന്ന, ആഴക്കടലിന്റെ അഗാധ തലങ്ങളിൽ ഓളിയിട്ട് സഞ്ചരിക്കുന്ന മത്സ്യങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, രാത്രിയുടെ കൂരിരുട്ടിൽ ലോകത്തിന്റെ ഏതേത് ഭാഗത്തിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് പോലും മറയുന്ന റബ്ബിനെ കണ്ടുമുട്ടാനില്ലാത്തവർ, അള്ളാഹു അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളിൽ ദുനിയാവിൽ മാത്രം അവർ ലക്ഷ്യം വെക്കുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹം അവർക്കില്ല. ഈ കഴിഞ്ഞ 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള വർഷത്തിലെ ഏതെങ്കിലും ഒരു മാസം, ഏതെങ്കിലും ഒരു ദിവസം, അതിലേതെങ്കിലും ഒരു മണിക്കൂറിലേക്ക്, സെക്കൻഡിലേക്ക്, മിനിറ്റിലേക്ക് നമുക്ക് പോകണമെന്ന് പറഞ്ഞാൽ ആർക്കും സാധ്യമാകുകയില്ല. നോക്കൂ, നമുക്ക് നഷ്ടപ്പെട്ട അധികാരത്തെ വീണ്ടെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പരാജയപ്പെട്ട കളികൾ കൊണ്ട് നമുക്ക് വിജയിച്ചെടുക്കാൻ സാധ്യമാകും. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു മിനിറ്റ് ആകട്ടെ, സെക്കൻഡ് ആകട്ടെ, മണിക്കൂറാകട്ടെ, ആഴ്ചകളാകട്ടെ, ദിവസമാകട്ടെ, വർഷമാകട്ടെ, തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല. കഴിഞ്ഞു പോയാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരേ ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളൂ, നമ്മുടെ സമയം. മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ മിൻ യൗമിൻ യൻഷുഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഓരോ പ്രഭാതവും വിടരുമ്പോൾ ആ പ്രഭാതം മനുഷ്യനോട് പറയുന്നുണ്ട്, യബ്ന ആദം, ആദം സന്തതിയെ, അനയൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്, വഅലാ അമലുക ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ് മിന്നി, സമയമാകുന്ന അനുഗ്രഹത്തെ റബ്ബിന്റെ മാർഗത്തിൽ നീ ഉപയോഗിക്കണേ. സമയമാകുന്ന അനുഗ്രഹം ഞാൻ എന്നിൽ നിന്ന് കഴിഞ്ഞു പോയാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ ഞാൻ തിരിച്ചു വരികയില്ല. ആ സമയം പറയാം, എന്നെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കോ, ഉപയോഗപ്പെടുത്തിക്കോ. സമയമാകുന്ന ഞാനെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നിനക്ക് തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. എത്രേ നമ്മുടെ ആയുസ്സൊക്കെ ഉള്ളൂ സഹോദരങ്ങളെ. ആ മരണപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ഖബർ ജീവിതത്തിലേക്ക്, പരലോക ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് കാര്യങ്ങളാ തയ്യാറാക്കിയിട്ടുള്ളത്? അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നിഅമതാനി മഖ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. രണ്ട് അനുഗ്രഹങ്ങളിൽ മനുഷ്യർ വഞ്ചിതരാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, അവന്റെ ആരോഗ്യവും ഒഴിവ് സമയവും. ആരോഗ്യം അള്ളാഹു നമുക്ക് നൽകുന്നത് എന്തിനാ? ഇബാദത്തുകൾ നിർവഹിക്കാനാ. സമയം നൽകുന്നത് എന്തിനാ? ഇബാദത്തുകൾ നിർവഹിക്കാനാ. പക്ഷേ ഈ രണ്ട് അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി വഞ്ചിതരാണ്. എന്തിനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണത്തിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും ആയുസ്സും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കണമെന്ന് പറയാൻ കാരണം എന്നറിയോ? ശരിക്കും ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കണം. അത് എപ്പോഴാണ് മരണം ജീവിതത്തിലേക്ക് കടന്നു വരാന്ന് പറയാൻ പറ്റൂല.
സർവ സുഖ സൗകര്യങ്ങളെയും സർവ ആസ്വാദനങ്ങളെയും തകർത്തെറിയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി നിങ്ങൾ ഓർക്കണം. ആ ചിന്തയുണ്ടെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കും, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ജനിച്ച ഓരോ വ്യക്തിയും മരണത്തിന്റെ രുചി ആസ്വദിക്കുന്നതാണ്. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, ഏതൊരു നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, മരണപ്പെടാതിരിക്കാൻ ഏത് കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും, ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത് ആ മരണം മനുഷ്യരെ നിങ്ങളെ പിടികൂടുന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നറിയിപ്പില്ലാതെ വരുന്ന അതിഥിയാണ് മരണം എന്നുള്ളത്. ആ മരണം സംഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്ത് അമലുകളാണ്, ഇബാദത്തുകളാണ് നിർവഹിച്ചത് എന്നുള്ളത് ആ സമയത്ത് നമുക്ക് ബോധ്യപ്പെടും. അതാ നേരത്തെ പറഞ്ഞത്, സമയവും അതുപോലെ തന്നെ ആരോഗ്യവും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ പറഞ്ഞ ചില കാരണങ്ങളുണ്ട്. മനുഷ്യൻ എന്ന നിലക്ക് ഞാനും നിങ്ങളും മരണപ്പെടുമ്പോ ഖുർആൻ പറഞ്ഞതുപോലെ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, ഒരാൾക്കും അള്ളാഹു അവധി നീട്ടിക്കൊടുക്കുകയില്ല. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് രണ്ട് വിലാപങ്ങളുണ്ട്. ഒന്ന് മരണപ്പെടുന്ന സമയത്തുള്ള വിലാപം, രണ്ട് നാളെ പരലോകത്ത് നരകശിക്ഷ അനുഭവിക്കുന്ന സമയത്തുള്ള വിലാപം. ഒരിക്കലും അള്ളാഹു നീട്ടിത്തരികയില്ല. ഇന്ന് നമ്മുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യത്തെയും ആയുസ്സിനെയും നമ്മൾ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുന്നത് എന്താ? ഹത്താ ഇദാ ജാഅ അഹദുഹുമുൽ മൗത്ത്, മരണം അവരിലേക്ക് കടന്നു വരുമ്പോ ആ മനുഷ്യൻ പറയും ഖാല റബ്ബിർജിഊൻ, എന്നെ ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക, അല്ലാഹുവേ ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊള്ളാം. ഞാൻ സുബ്ഹിക്ക് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, ജമാഅത്ത് കൃത്യമായിട്ട് നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല, സ്വതക്ക നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല, സക്കാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാ ഇബാദത്തുകളും കൃത്യമായി ഞാൻ നിർവഹിച്ചു കൊള്ളാം. ആ മനുഷ്യൻ പറയാ മരണപ്പെടുന്ന സമയത്ത്. അല്ലാഹു എന്താ പറയാന്നറിയോ? കല്ലാ, വേണ്ട കേട്ടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് മനുഷ്യൻ പറയുന്ന വെറും വർത്തമാനമാണ്. മനുഷ്യന്മാരെങ്ങനെ ഒരു കാര്യം പറയും ചെയ്യാന്ന്, പക്ഷെ ചെയ്യൂല. വേണ്ട, മനുഷ്യർ പറയുന്ന വെറും വർത്തമാനമാണ്. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നീട്ടിക്കൊടുക്കൂല. ആ സമയം മരണം സംഭവിക്കും. അത് കഴിഞ്ഞ് നാളെ പരലോകത്ത് നരകശിക്ഷ അനുഭവിക്കുമ്പോഴോ വഹും യസ്തരിഊന ഫീഹാ, ആ നരകത്തിൽ അവർ വെന്തരിയുമ്പോ റബ്ബനാ അഖ്രിനാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, റബ്ബേ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണേ, ഇതുവരെ ചെയ്യാത്ത രൂപത്തിൽ അമൽ ഞങ്ങൾ ചെയ്തു കൊള്ളാം. അല്ലാഹു അവരോട് പറയും അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ, നിനക്ക് ആയുസ് നൽകി, ഖുർആൻ അയച്ചു തന്നു, ഹദീസ് അയച്ചു തന്നു, പ്രവാചകന്മാരെ അയച്ചു, നീ സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഫദൂഖു, നീ ശിക്ഷ ആസ്വദിക്കണം. ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, അക്രമകാരികൾക്ക് സഹായം ഇല്ലാത്തൊരു ദിവസമായിരിക്കുമെന്ന്. അപ്പൊ വിശ്വാസികളെ, ഓരോ മാസവും ഓരോ വർഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എന്റെ മരണത്തിലേക്ക് ഞാൻ അങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളേക്ക് വേണ്ടി നമ്മൾ എന്താണ് തയ്യാറാക്കി വെച്ചത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ.
തസ്ബീഹ് ചൊല്ലി 3 പിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ തന്റെ കുടുംബവും തന്റെ സ്വത്തും മടങ്ങിപ്പോരും. ഒന്നേ ഒന്ന് മാത്രമേ ബാക്കിയാകുള്ളൂ. തന്റെ ജീവിതത്തിൽ താൻ ചെയ്ത അമലുകൾ മാത്രം ഖബറിൽ കൂട്ടിനുണ്ടാകുന്ന ദിവസം. സമ്പാദിച്ച ലക്ഷങ്ങളും കോടികളും അതുപോലെ തന്നെ മക്കളും അനുഗ്രഹങ്ങളും ഒന്നും ഉണ്ടാവൂല. ആ സമയത്ത് കൂട്ടിനുണ്ടാകുക അമല് മാത്രമായിരിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിനെ, ആരോഗ്യത്തെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷമാകട്ടെ, ഇംഗ്ലീഷ് വർഷമാകട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതല്ലെങ്കിൽ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കേണ്ട ഗുണപാഠങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു പവിത്രമാക്കിയ റജബ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. റജബ് മാസമായി കഴിഞ്ഞാൽ ആ മാസത്തിന്റെ വ്യത്യസ്തങ്ങളായ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ എഴുത്തുകളും ഒക്കെ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആ റജബിൽ പല ആളുകളും ഒരുപാട് അനാചാരങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികൾ അല്ലാഹു സൃഷ്ടിച്ച ദിവസം രേഖപ്പെടുത്തിയതിനനുസരിച്ച് മാസങ്ങളുടെ എണ്ണം അത് 12 ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസങ്ങളുണ്ട്. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മറ്റു പവിത്ര മാസങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണോ ആ ഒരു പ്രത്യേകത മാത്രമേ ഈ റജബിനുള്ളൂ. അതായത് ചില സ്ഥലങ്ങൾക്ക് ചില സ്ഥലങ്ങളെക്കാൾ അല്ലാഹു പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാൾ, ചില സമയങ്ങൾക്ക് ചില സമയങ്ങളെക്കാൾ. ഈ പുൽപ്പറമ്പിൽ നിന്ന് ഒരു നമസ്കരിക്കുന്നത് പോലെയല്ല മസ്ജിദുൽ ഹറമിൽ വെച്ചും നബവിയിൽ വെച്ചും നമ്മൾ നമസ്കരിക്കുന്നത്. മസ്ജിദുൽ ഹറമിലാണെങ്കിൽ 1,00,000 പ്രതിഫലം, മസ്ജിദ് നബവിയിലാണെങ്കിൽ 1000 പ്രതിഫലം. പക്ഷെ ഇവിടെ വെച്ച് ഈ പരിസരത്ത് വെച്ച് തിന്മ ചെയ്യുന്നത് പോലെയല്ല അവിടെ വെച്ച് തിന്മ ചെയ്യുന്നത്. പവിത്ര മാസങ്ങളിൽ അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട സമയങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ വെച്ച് നമ്മൾ നന്മ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം കൂടും, തിന്മയാണെങ്കിലോ ശിക്ഷയും കൂടും. എന്നാൽ ഇന്ന് ആളുകൾ വെച്ച് പുലർത്തുന്ന വിശ്വാസം ഒന്ന്, ഈ റജബ് മാസത്തെ ആദ്യം അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ്. അങ്ങനെ ഒരു ഹദീസില്ല. പല ആളുകളും അത്തരത്തിലുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കി ഈ റജബ് പിറന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കലും അത് സെൻഡ് ചെയ്യലും. വിശ്വാസം ഇതാണ്, ഇത് ആർക്കെങ്കിലും റജബ് പിറന്നു എന്ന് ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അവന് നരകം നിഷിദ്ധമാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് നമുക്ക് സഹിയായിട്ട് കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഈ റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചാൽ ഇന്ന പ്രതിഫലങ്ങളുണ്ട്. ഒരുപാട് പോരിശ പറഞ്ഞുകൊണ്ട് ഈ മാസം നിങ്ങൾ ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യാം. അവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹ്രി റജബിൻ ഖത്തു, റജബിൽ അല്ലാഹുവിന്റെ റസൂൽ ഉംറ നിർവഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ പ്രാധാന്യം ഉണ്ടാവുക?
പറഞ്ഞിട്ടുണ്ട്, ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ മഈ. റമളാനിൽ നിങ്ങൾ ഉംറ നിർവഹിച്ചാൽ അതിന് ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ട് കേട്ടോ. അത് എന്റെ കൂടെ ഹജ്ജ് നിർവഹിച്ചവനെ പോലെയാണ് എന്ന് റമളാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെറ്റായ വിശ്വാസം ഇപ്പോഴും ആളുകൾക്കിടയിലുണ്ട്. അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ആ വിശ്വാസം നമ്മിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം, ഇപ്പോഴും ആളുകൾ ഈ വിശ്വാസം വെച്ച് പുലർത്തിയത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന, അതായത് الصلاة المعروفة بصلاة الرغائب وهي 12 ركعة تصلى بين المغرب والعشاء ليلة أول جمعة في رجب. റജബിൽ ആദ്യ ജുമുഅ ദിവസം രാത്രിയിൽ നമസ്കരിക്കുന്ന മഗ്രിബിനും ഇശാഇനും ഇടയിലുള്ള 12 റക്അത്ത് വരുന്ന നമസ്കാരം. അതുപോലെ തന്നെ വസ്വലാത്തു ലൈലത്തി നിസ്ഫി ശഅബാന 100 റക്അ, ശഅബാൻ 15ന്റെ പകുതിയിൽ നമസ്കരിക്കുന്ന 100 റക്അത്ത് നമസ്കാരം. അതിനെക്കുറിച്ച് പറയാണ്, വഹാതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറാനി ഖബീഹതാനി. ഈ രണ്ട് നമസ്കാരങ്ങളെ കുറിച്ചും പറയപ്പെടുന്നത് എന്താ? അത് ബിദ്അത്താണ്, മുൻകറാത്തുകളാണ്, ഖബീഹത്താനി, നിഷേധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനെ ഒരു അമൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇസ്രാ മിഅ്റാജ് നടന്നത് ഈ മാസത്തിലാണെന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് റജബ് 27 വിചാരിച്ചുകൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കുക, അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നറിയോ? മൻ സോമ റജബ് 27 മിഅ്റാജ് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസം നോമ്പ് അനുഷ്ഠിച്ച ആളെ പോലെയാ. സ്വഹീഹായിട്ടുള്ള ഹദീസുകളല്ല. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കണമായിരുന്നു. ഇമാം ഇബ്നു അജറുൽ ഹസ്കലാനി റഹിമഹുല്ലാഹ് തന്റെ തബ്യീനുൽ അജബി ബിമാ വറദ ഫീ ഫളൽ റജബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാ, ലം യരിദ് ഫീ ഫളലിഹി വലാ ഫീ സിയാമിഹി വലാ ഖിയാമി ശൈഇൻ മിൻ മുഅയ്യൻ. റജബിന് പ്രത്യേകമായിട്ടുള്ള ശ്രേഷ്ഠതയോ അതിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഇ, അതിൽ പ്രത്യേക രാത്രി നമസ്കരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ബിദ്അത്തുകൾ ആളുകൾ ചെയ്തു കൂട്ടുന്നുണ്ട്. അതിന്റെ ഗൗരവം സഹോദരങ്ങൾ അവർക്ക് അറിയില്ല. എന്താണെന്നറിയോ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് തയ്യാറാക്കി വെക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്തത് ചെയ്യാൻ ഒരിക്കലും നമുക്ക് പറ്റൂല. അതുപോലെ തന്നെ മൻ ഇബ്തദഅ ഫിൽ ബിദ്അ, ഇസ്ലാമിൽ ഒരാൾ ബിദ്അത്ത് കൊണ്ടുവന്നാൽ അതിനെ ഹസനത്തായിട്ട് നല്ലതായി കണ്ടാൽ ഫഖദ് സഹമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, പ്രവാചകൻ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്ന. പാലിനേക്കാൾ വെളുത്ത, കസ്തൂരിയേക്കാൾ മണമുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ള കോപ്പുകളുള്ള ഹൗദിൽ കൗസറിലേക്ക് ആളുകൾ കുടിക്കാൻ വരുമ്പോ സുഹ്ഖൻ സുഹ്ഖാ, വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് ചില വിഭാഗങ്ങൾ ആട്ടിവിടും. എന്തിനാണ് എന്റെ ഉമ്മത്തികൾ ആട്ടിവിടുന്നത്? പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക, നിനക്ക് ശേഷം അവര് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്താണെന്ന് അറിയില്ല റസൂലേ താങ്കൾക്ക്. പ്രവാചകൻ പഠിപ്പിക്കാത്ത ജീവിതത്തിൽ ചെയ്താൽ അത് ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും ചെന്നെത്തുന്നത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ അത് മാത്രം നമ്മൾ ചെയ്യാം. റസൂൽ പഠിപ്പിക്കാത്തത് ചെയ്യരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ബിദ്അത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമ്മെ നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം നിർവഹിക്കുന്ന മുഴുവൻ അമലുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ.
ഒരുപാട് പേര് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ ശമനം നൽകുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ادخلنا الجنة اللهم أجرنا وأجر والدينا من النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آل محمد آمين آمين برحمتك يا أرحم الراحمين.